തോരൻ വെക്കാൻ പോവേണേ. അതിനായിട്ട് ഇതാ ബീൻസ്, ക്യാരറ്റ്, ഒരു സവാള, ഇത്രയും ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് അരപ്പിനായിട്ട് ഒരു പിടി തേങ്ങ, ഒരു പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഇത്രയും. അപ്പം ഞാനിത് ഇത്രയും ഒന്ന് ചതച്ചുകൊണ്ട് വരട്ടെ. കറിവേപ്പില കൂടെ ഉണ്ടേ, ചതച്ചിട്ട് വരട്ടെ. അപ്പോൾ ഞാനിതാ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ കൈകൊണ്ട് ഞെരടി എടുക്കുന്നതാണേ. വെളുത്തുള്ളിയും ഇതൊക്കെ ചതച്ച്, ജീരകമൊക്കെ ചതച്ചിട്ട് ഇതിലിട്ട് കൈകൊണ്ട് ഞെരടി എടുക്കും കേട്ടോ. അങ്ങനെയാണ്, ഞാൻ മിക്സിയിൽ അടിക്കാറില്ല. ഞാനൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. ഇതെല്ലാം ഒന്ന് തട്ടി കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി ഇളക്കി വെച്ച് കൊടുക്കാം. ഇതിലൂടെ അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഇളക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വരും പെട്ടെന്ന്. എല്ലാം ഒന്ന് നന്നായി ഇളക്കി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് അടച്ച് ചെറുതീയിൽ വേവിക്കാം. എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അരപ്പിട്ട് കൊടുക്കാം. അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം നന്നായിട്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ച് ചെറുതീയിൽ വീണ്ടും നന്നായിട്ട് വേവിച്ചെടുക്കാം. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അത് ബീൻസ് തോരൻ, ബീൻസ് ക്യാരറ്റ് ഉള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കേ.